അഊദുബില്ലാഹിമിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹൂ ഖൗലി. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. ഏറെ ബഹുമാനം നിറഞ്ഞ ഈ സദസ്സിലെ എഫ്സോൺ വേൾഡ് പ്രൊജക്റ്റിൻ്റെ ഡയറക്ടർ അംഗങ്ങളെ, ഇത് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകർ, സുഹൃത്ത്, ഈ വേദിയിൽ സദസ്സിൽ സന്നിധരായിട്ടുള്ള എഫ്സോൺ കുടുംബ മിത്രാദികളായിട്ടുള്ള സഹോദരന്മാരെ, കുട്ടികളെ, എഫ്സോൺ എന്ന ഈ ഒരു പദ്ധതി വിവിധ മേഖലകളിൽ അടയാളപ്പെടുത്തിക്കൊണ്ട് നമ്മുടെയൊക്കെ മനുഷ്യ സമ്പത്തിനെയും നമ്മുടെയൊക്കെ സമ്പത്തിനെയും എങ്ങനെ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്താം എന്ന രീതിയിൽ മാതൃക കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംരംഭമാണ്. നവീന ബിസിനസ് രീതികളെ കൃത്യമായ കാഴ്ചപ്പാടോടെ ബിസിനസ് രംഗത്തേക്ക് പരിചയപ്പെടുത്തുന്ന ഒരുപറ്റം പണ്ഡിതന്മാർ വികസിപ്പിച്ചെടുത്ത ബഹുമുഖ ബിസിനസ് പദ്ധതിയാണ് എഫ്സോൺ വേൾഡ് പ്രൊജക്റ്റ് ലിമിറ്റഡ്. അതിൻ്റെ കീഴിൽ ഫ്രീ സോൺ ഗോൾഡ് പാർക്കുണ്ട്, ഇ കൊമേഴ്സ്, എഫ്സോൺ കൊമേഴ്സ്, എഫ്സോൺ ഇൻ്റർ മെഡിസിറ്റി, വില്ല പ്രൊജക്റ്റ്, എക്കോ ടൂറിസം, ഡയറി ഫാം, ബേക്കറി യൂണിറ്റ്, റെസ്റ്റോറൻറ്റ്, ഫാൻസി ആൻഡ് ടോയ്സ് അടക്കമുള്ള വിവിധ മേഖലകളിൽ. ഇവിടെ വന്നപ്പോൾ പറയുന്നു, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബേക്കറി മേഖലകളിലാണ് എഫ്സോൺ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടെ പണ്ഡിതന്മാരായിട്ടുള്ള സുഹൃത്തുക്കൾ, അധ്യാപകരായിട്ടുള്ള മദ്രസ അധ്യാപകരും അതുപോലെ മറ്റ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന അവർക്കൊക്കെ അവരുടെയൊക്കെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഈ ഒരു കൂട്ടായ്മ നേതൃത്വം കൊടുക്കുന്ന അതിൻ്റെ നേതാക്കൾ വലിയ പദ്ധതി രൂപപ്പെടുത്തുകയും അതിൽ പങ്കാളികളായി ഏകദേശം 500ഓളം കുടുംബ മിത്രാദികൾ, കുടുംബ സുഹൃത്തുക്കൾ ഇവിടെ ഇന്ന് ഒത്തുകൂടിയിട്ടുണ്ട്. എഫ്സോണിൻ്റെ ഇത്തരം മേഖലയിലുള്ള പ്രവർത്തനങ്ങളെ കൂടുതൽ അറിയാനും ഇതൊക്കെ നല്ല സൂക്ഷ്മതയോടു കൂടെയൊക്കെ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് ഒരു അമാനത്താണ്. കാരണം ഒരുപാട് ആളുകൾ നമ്മുടെ കയ്യിൽ പണം തരുന്നു. അത് നേരായ രീതിയിൽ വിനിയോഗം ചെയ്തുകൊണ്ട് അത് അവർക്ക് നഷ്ടവും വല്ലാതെ ആശങ്കയൊന്നും ഇല്ലാത്ത രീതിയിൽ സുതാര്യതയോടു കൂടി പ്രവർത്തിക്കാൻ ശ്രദ്ധിക്കണമെന്ന് കൂടി ഈ ഒരു അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമുക്കറിയാം, ഓൺടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് കോവിഡിന് ശേഷം പല മേഖലകളും തുറക്കപ്പെട്ടു. കോവിഡാണ് ഒരു പക്ഷേ ഇത്തരം മേഖലകളെ നമുക്ക് തുറക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. കാരണം ഒരുപാട് അനന്തമായ സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് ആ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയെ, സാമ്പത്തികമായ സന്തുലനാവസ്ഥയെ സൃഷ്ടിച്ചെടുക്കേണ്ടത് സാമൂഹിക ഉത്തരവാദിത്വം കൂടിയാണ്. ആ രീതിയിലുള്ള ഒരു സാമ്പത്തിക ഭദ്രതയും സന്തുലനാവസ്ഥയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ എഫ്സോണിന് വലിയ പങ്കുവഹിക്കാൻ സാധിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അള്ളാഹു ഈ ഒരു സംരംഭത്തിന് ബർക്കത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന. നല്ല രീതിയിൽ ഐക്യത്തോടുകൂടി നല്ല വിജയകരമായി ഈ ഒരു പ്രസ്ഥാനം അനന്തകാലം മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. നമ്മുടെ ഈ ഒരു ബന്ധം അള്ളാഹു നിർത്തുമാറാവട്ടെ. എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തീകരിച്ച് തരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവ്വവിധ ആശംസകൾ നേർന്നുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
എന്ന വചനപൂജ ഉദ്ഘാടനം നിർവഹിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.